കശ്മീരിലെ ഒരു തനിനാടൻ ഗ്രാമീണ വീടിൻ്റെ കഥ പറയാം. കാശ്മീരിലെ മറ ഗ്രാമത്തിൽ ദാവൂദിൻ്റെയും മഹ്മൂദിൻ്റെയും വീട്ടിലാണ് ഞാനുള്ളത്. 5 കിലോമീറ്റർ ചെങ്കുത്തായ മല കയറി വേണം ഈ വീട്ടിലെത്തിച്ചേരാൻ. ഇതാണ് വീട്. ചെറിയൊരു വരാന്ത, 2 മുറികൾ, ഒരു മുറിയുടെ ഓരം ചേർന്ന് ചെറിയൊരു അടുക്കള, പുറത്ത് ഇങ്ങനെ വെയിലേറ്റിരിക്കാൻ ഒരിടവും. നല്ല കളിമണ്ണ് കുഴച്ചെടുത്ത് വൃത്തിയിൽ പാകിയാണ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. മലമുകളിൽ നിന്ന് ശേഖരിക്കുന്ന കല്ലുകൾ അടുക്കി വെച്ച് മണ്ണു തേച്ച് ചെറുതായി ചായം ചെയ്തെടുത്തതാണ് ഈ ഭിത്തികൾ. നല്ല മരത്തടികൾ കൃത്യമായി ക്രമീകരിച്ച് മുകളിൽ 1 അടി ഉയരത്തിൽ മണ്ണുകൂടി പാകിയാൽ മേൽക്കൂരയും പൂർത്തിയായി. ഓരങ്ങളിൽ മാത്രം ടിൻ ഷീറ്റ് കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. മഴവെള്ളം വരാന്തയിലേക്ക് തെറിക്കാതിരിക്കാനാണിത്. ഇതാണ് വീട്ടിലെ വിറകുപുര. വിറകുപുരയ്ക്കിപ്പുറം മനോഹരമായ മലനിരകൾ. മനോഹരമായ ഈ മലനിരകൾ മഞ്ഞു പുതക്കുന്ന 4 മാസങ്ങളുണ്ട്. അക്കാലത്ത് പുറത്തിറങ്ങുക സാധ്യമല്ല. 4 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികൾ വീട്ടിൽ മുൻകൂട്ടി ശേഖരിച്ചു വെക്കണം. വീടിനകത്തെ അടുപ്പിൽ വിറകുകൾ കത്തിച്ചു വെക്കും. ഈ ചിമ്മിണിയിലൂടെ പുക പുറത്തെത്തും. പക്ഷേ ഒരിളം ചൂട് മാത്രം മുറിയിലങ്ങനെ തങ്ങി നിൽക്കും. തണുപ്പിൽ നിന്ന് ചെറിയൊരാശ്വാസം. 3-4 അടി ഉയരത്തിൽ വരെ മഞ്ഞു വീഴും. നീക്കാൻ സജ്ജീകരണങ്ങളുണ്ട്. അത് വളരെ ആവേശത്തോടെ എനിക്ക് വിശദീകരിച്ചു തരികയാണ് ഇരുവരുടെയും പിതാവ്. മഞ്ഞു നീക്കാൻ വൈകിയാൽ ബുദ്ധിമുട്ടാണ്. കട്ട പിടിക്കും, മേൽക്കൂര തകർന്നു വീഴും. കഴിഞ്ഞ മഞ്ഞുകാലത്ത് തകർന്നു വീണ ഒരു ഭാഗം ഇപ്പോൾ ശരിയാക്കിയതേയുള്ളൂ. बर्फ की वजह से इसमें ज़्यादा वेट होने की वजह से ये भी टूट गया. ये टूट गया था? हाँ, फिर दोबारा बनाया इसको. ശക്തമായ തണുപ്പ് വീടിനകത്തേക്ക് പെട്ടെന്ന് പ്രവേശിക്കാതിരിക്കാനാണ് വീടിന് മുകളിൽ ഇങ്ങനെ മണ്ണ് പാകുന്നത്. ശക്തമായ മഴയിൽ വീടിന് മുകളിലെ മണ്ണ് പതിയെ പൊതിർന്നു തുടങ്ങും. അത് ഈ മരക്കഷ്ണം ഉപയോഗിച്ച് അപ്പോൾ തന്നെ അടിച്ചുറപ്പിക്കണം. ऐसा क्यों करते हैं? जो बारिश होती है ना, उसका चोन थले चला जाता है. ഇല്ലെങ്കിൽ വീട് ചോർന്നു തുടങ്ങും. ऐसे करते हैं? बाहर जाता है ऐसे. മഞ്ഞും തണുപ്പും കഷ്ടപ്പാടുകളും സഹിച്ച് ഇവിടെ തന്നെ എന്തിനു ജീവിക്കണം എന്ന് പലർക്കും തോന്നിയേക്കാം. പോകാൻ മറ്റൊരിടമില്ലാത്തവർക്ക് ഇതെല്ലാം സഹിച്ചേ തീരൂ. അങ്ങനെയുള്ളവരെ കൈപിടിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. വീണ്ടും കാണാം.